Hi, this is Hasina Hussain and welcome to my channel. ഇന്നത്തെ വീഡിയോ നമുക്ക് ജസ്റ്റ് 2-3 പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് എങ്ങനെ ഏതും റെഡി ആവുക എന്നുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സോ വെൽവെറ്റ് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ നോ മേക്കപ്പ് ലുക്കാണിത്. ഫസ്റ്റ് ഞാനിവിടെ ഫേസ് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ബ്രൈറ്റ്നസ് റിഫ്രഷ് ടോണറാണിത്. ടോണർ അപ്ലൈ ചെയ്തു 5 മിനിറ്റ്സിന് ശേഷമാണ് ഞാനിവിടെ സിറം അപ്ലൈ ചെയ്യുന്നത്. സിറം സെറ്റാഫിലിൻ്റെ സിറം തന്നെയാണ്. ഇത് സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് പെർഫെക്റ്റിംഗ് സിറമാണ്. സോ ടോണർ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, ബട്ട് സിറം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ജസ്റ്റ് വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാനിവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണത് നമ്മൾ മേക്കപ്പ് ലുക്കായാലും നോ മേക്കപ്പ് ലുക്കായാലും നമ്മൾ പുറത്തൊക്കെ പോകണമെങ്കിലും ശരി നമുക്ക് സൺസ്ക്രീൻ മസ്റ്റാണ്. സോ ഞാനിവിടെ ബ്യൂട്ടി ഓഫ് ജോസിയറിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് റെഡിയാവാൻ ഒട്ടും ടൈമില്ല. ജസ്റ്റ് 2 മിനിറ്റ്സ് മാത്രം നമുക്ക് റെഡിയാവാൻ ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിന് ശേഷം വേറൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരും. നമ്മുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ്, എക്സ്ട്രാ ഡാർക്ക് സർക്കിൾസ്, ഡിസ്കളറേഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ പ്രൊഡക്റ്റ്. ഫേസിൽ നല്ലൊരു റേഡിയൻസ് ഗ്ലോ ഉണ്ടാവും. ബട്ട് സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ കംപ്ലീറ്റായി അബ്സോർബ് ആവാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. സോ ഞാൻ വളരെ ലൈറ്റായി റിനിയുടെ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ്. പ്രൈമർ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഇന്നിവിടെ നോ മേക്കപ്പ് ലുക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആൻഡ് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വളരെ കുറച്ച് പ്രൈമർ മാത്രം മതി. പ്രൈമർ അധികം അപ്ലൈ ചെയ്ത് നമ്മൾ ഫേസ് മുഴുവൻ മേഡിഫൈങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബ്യൂട്ടി ഓഫ് ജോസിയൻ ഈ ഹെൽത്തി റേഡിയൻസ് ഗ്ലോ നൽകുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് പ്രൈമർ അപ്ലൈ ചെയ്യണമെന്നില്ല. നെക്സ്റ്റ് ഞാനിവിടെ മാർസിൻ്റെ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഹൈ കവറേജ് പ്ലസ് പ്രിപ്പയർഡ് സ്പെഷ്യലി ഫോർ ഇന്ത്യൻ സ്കിൻ ടൈപ്സ്. ഈ പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒരു BB ക്രീം പോലെ വളരെ കുറച്ച് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് റെക്കോർഡായിട്ടില്ല. ജസ്റ്റ് ഞാൻ ആ പ്രൊഡക്റ്റ് ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ബ്യൂട്ടി ഓയിൽ കൺട്രോൾ 2-in-1 കോമ്പാക്ട് പൗഡറാണ്. ഇനി നെക്സ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്യുക. ഐബ്രോസ് ഫിൽ ചെയ്യാനായി ഞാനിവിടെ പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനർ 4 കളേഴ്സ് ആയിട്ടുള്ള ഈ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിലത്തെ ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. കാരണം ഐബ്രോസ് എന്ന് പറയുന്നത് എന്നും നമ്മുടെ ഹെയറിനനുസരിച്ചിട്ട് വേണം. നമ്മുടെ ഹെയർ ഡാർക്ക് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഐബ്രോസ് ഡാർക്ക് ബ്ലാക്ക് കൊടുക്കുക. ബട്ട് നമ്മുടെ ഹെയർ ലൈറ്റ് ബ്രൗൺ അങ്ങനെയെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യാൻ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇവിടെ ഞാൻ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് റെവല്യൂഷൻ സൂപ്പർ DV ലിക്വിഡ് ബ്ലഷ്. ഇതൊരു ഗ്ലോ ഫിനിഷിങ് നൽകുന്ന ഒരു ബ്ലഷും കൂടിയാണിത്. അധികം അപ്ലൈ ചെയ്യണമെന്നില്ല. കുറച്ച് പ്രൊഡക്റ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മേഡിഫൈയിങ് ലുക്കാണ് നൽകുന്നത്. അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു DV ഫിനിഷിംഗാണ് ഇത് നൽകുന്നത്. ഇനി നെക്സ്റ്റ് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പാക്ക് സ്റ്റുഡിയോയുടെ ലിപ്പ് പെൻസിലാണ് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്ക്, നോ മേക്കപ്പ് ലുക്ക്, അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സ്, പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു ലിപ്പ് കളറാണ് ഇത്. മൂവ് ലിപ്പ് ഷെയ്ഡാണ്. ഫസ്റ്റ് ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ലിപ്പ് ലൈനർ മാത്രമല്ല, നമ്മൾ ലിപ്സ് മുഴുവൻ ലൈറ്റ് ഷെയ്ഡായി ലിപ്സ് കംപ്ലീറ്റായി അപ്ലൈ ചെയ്യാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു വളരെ ലൈറ്റ് ഷെയ്ഡാണ് ബട്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു മേറ്റ് ഫിനിഷിങ് നൽകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്രാൻഡ് കിക്സ് ലിക്വിഡ് മേറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് ടെറിക്കോട്ട. സോ ഇതാണ് ഞാനിപ്പോൾ കുറച്ച് റീസെൻ്റായി എൻ്റെ ഫേവറേറ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് എനിക്ക് ഫേസസ് കാനഡ ആയിരുന്നു. അതിനുശേഷം കൂടുതൽ ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. മേറ്റ് ഫിനിഷിങ് ലുക്ക് നൽകുന്ന ലിപ്സ്റ്റിക്കാണ്. സോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലിപ്സ് നല്ലപോലെ മോയ്സ്ചർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് മേക്കപ്പ് ഫിക്സ് ചെയ്യാം. അതിനായി ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഫിക്സ് ആൻഡ് ഗ്ലോ DV ഫിനിഷ് നൽകുന്ന ലിറ്റിൽ ബിറ്റ് ഷിമറി പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സറാണ്.
പക്ഷേ ഇത് നമുക്ക് ഓയിലി സ്കിന്നിന് ഒട്ടും സ്യൂറ്റബിൾ അല്ല. അതുപോലെ തന്നെ ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒട്ടും സ്യൂറ്റബിൾ അല്ല. ഞാൻ നെക്സ്റ്റ് മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മെബ്ലിൻ ന്യൂയോർക്ക് ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ മസ്കാരയാണ്. സോ നമ്മൾ വളരെ ഈസിയായി ഐ മേക്കപ്പ് ഒന്നും ചെയ്യാതെ, അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ, വളരെ സിമ്പിൾ ആൻഡ് നമ്മുടെ ബ്ലാക്ക് വെൽവെറ്റ് ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന, ഏത് ഒക്കേഷനിക്കും മാച്ച് ആവുന്ന ഒരു മേക്കപ്പ് ലുക്ക് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.